1 2 3 സ്റ്റാർട്ട്. ഞാൻ ടൈമറൊക്കെ നക്കിട്ടാണ്. കണ്ണാക്കുള്ള കുറച്ച് കാന്താരിന്റെ കുറവുണ്ടല്ലോ. കുറച്ച് മുളക് പൊടി അപ്പൊ ചെറിയ അതെ തന്നെ ചെയ്യാം. 4 മിനിറ്റ് ആയിട്ടോ. അല്ല പറയാ തിന്ന് കഴിഞ്ഞിട്ട് വായല്ലേ പോട്ടെ അങ്ങോട്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ രാവിലെയാണ് കേട്ടോ. അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ പെരിയിൽ കുറച്ച് റീലും വീഡിയോ ഒക്കെ എടുക്കാൻ പോകാനുണ്ട്. അപ്പം അതിനും വേണ്ടി പോവുകയാണ്. അപ്പോൾ പണിയൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞ് ചെറിയ അപ്പോൾ അവിടെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്താ പരിപാടി വെച്ചാൽ ഞാൻ കാട്ടിത്തരാം. ഓൻ ഇനി LKG ഒക്കെ ആയതുകൊണ്ട് ഓനൊരു ക്ലാസ്സിൽ ചേർത്തേക്കണേ. അപ്പോൾ ഓന് അതിലിരിക്കുകയാണ്. ഞാൻ കാട്ടിത്തരാം കേട്ടോ ഓനെ. ഒട്ടൊക്കെ ഞങ്ങള് കടലിക്ക് പോയപ്പോ കണ്ടു. കടലില് ഒട്ടകൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ കണ്ടല്ലോ. ഞാൻ കാണാൻ പോയി. ഇതുപോലെ നമ്മളെ മക്കളും ഹാപ്പി ആയിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കുന്നത് കാണാനല്ലേ നമ്മൾ പേരൻസ് ആഗ്രഹിക്കുന്നത്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് 2-3 ഇയേഴ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതൽ നമ്മൾ കാണാറ് ചെറിയ മക്കളൊക്കെ ഫുൾ ടൈം ഫോൺ സ്ക്രീനിൽ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാം ഗ്രാജുവലി കുറയും. അതുകൊണ്ട് തന്നെയാണ് ഇന്റർവെല്ലിന്റെ പ്രീ KG ലിറ്റിൽ ജീനിങ് കോഴ്സ്. ഇവിടെ മക്കൾക്ക് കിട്ടുന്നത് 1-on-1 ടീച്ചിങ് ആണ്, വിത്ത് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സസ്. അതും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ വെറുതെ സ്ക്രീനിൽ പല വീഡിയോസ് കാണുന്നതിന് പകരം ഇത്തരം ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സസ് ആണ് എങ്കിൽ അത് മക്കൾക്ക് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. ഈ ആക്ടിവിറ്റിക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഇന്റർവെൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 1 hour സെഷൻ ആണ്, അത് നമ്മുടെ കൺവീനിയന്റ് ടൈമിൽ. ഈ കോഴ്സ് മൂലം കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും മാത്രമല്ല, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സ്ക്രീൻ ടൈം യൂട്ടിലൈസ് ആക്കാനും പറ്റും. ആസ് എ വർക്കിംഗ് പാരന്റ് ഇന്റർവെൽ ക്ലാസ്സസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഈ പ്രായത്തിൽ മോൻക്ക് വേണ്ട പ്രോപ്പർ അറ്റൻഷൻ ഓരോ ജോലി തിരക്കിനിടയിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്റർവെൽ ഇല്ലോണ്ട് ഓന് വേണ്ട പ്രോപ്പർ അറ്റൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ഇന്റർവെൽ പ്രീ KG ലിറ്റിൽ ജെനി ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ് സ്മാർട്ട് ലേണിംഗ് ആൻഡ് കോൺഫിഡൻസ്. കഴിഞ്ഞ 7 വർഷത്തോളായി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഇന്റർവെൽ. അതുകൊണ്ട് തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആണ്. സോ നിങ്ങളുടെ കുട്ടികളുടെ ബ്രൈറ്റ് ഫ്യൂച്ചേഴ്സിന് ബെസ്റ്റ് ചോയ്സ് ആണ് ഇന്റർവെൽ ലിറ്റിൽ ജീനു. അമ്മയ്ക്ക് 3, ചേച്ചിക്ക് 2, എനിക്കൊന്ന്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നെങ്കിൽ നമ്മള് കൊറേ പറയണേ ഒരു നൂഡിൽസ് വാങ്ങി വെച്ചിട്ട് അല്ലേ 1-2 ആഴ്ചയോളം ആവാനായി. പൂത്തുക്കണാവോ കൊറേ ആയി വാങ്ങി ആവുന്നില്ല. അപ്പൊ എന്താ പറയാ, ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ നൂഡിൽസ് ആണ്. അപ്പം ആ ചലഞ്ചാണ് അല്ലേ നൂഡിൽസ്. ചെറിയപ്പോ അവിടെ കുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ടൈം 2 മണി ആയിക്കണേ. ഇന്നാണെങ്കിൽ കുട്ടിക്ക് സൂചിയും വെച്ചിരിക്കണ്. പോളിയോ കുത്തിക്കണ് കേട്ടോ. ഇടക്ക് പേരിപ്പം മണ്ടിച്ചെല്ലും പിന്നെ അപ്പോഴൊക്കെ ടൈമിങ് പോണതാണ്. അപ്പൊ നമുക്കത് പൊട്ടിച്ചോ. വെള്ളം തിളപ്പിച്ചല്ല ആദ്യം. വെള്ളം ഇന്നാള് ഞമ്മള് എന്താ നൂഡിൽസ് ഉണ്ടാക്കി അതില് വെള്ളം പോയി. ഉണ്ടാക്കി ആ കൊള അനുമ്മി അളക്കുന്നാരാ എന്നോട് അളക്കാൻ പറഞ്ഞു. ഇന്നെന്താ സംഭവിച്ച ഒന്നും അറിയാം. ആ ചട്ടി അല്ലേ പുകയണ ചട്ടിയാണ്. ഞാൻ പറഞ്ഞു അടിയെ പൊടിച്ചു. ഇവിടെ അപ്പൊ ഹെൽപ്പർ അതൊന്നായി തെഗീലേന്ന് വിചാരിച്ചേന്. ഫസ്റ്റ് ആരെ കൊണ്ടുപോകേണ്ട അഭിപ്രായം അയച്ചറിയില്ല. തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ല തിന്ന് കാന്താരിമുളക് ചായച്ചിടാന് അല്ലെ. തിന്ന് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ടൈമർ വെക്കും. ആരാണ് ഫസ്റ്റ് തിന്ന് കഴിഞ്ഞത് ഓൾക്ക് പിന്നെ നമ്മൾ 5 മിനിറ്റ് ടൈമർ വെക്കും. ആ 5 മിനിറ്റ് വെള്ളമോ ഒന്ന് പഞ്ചാര ഒന്ന് തിന്നാതെ ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ്. ഐസ്ക്രീം ഇല്ല, പഞ്ചസാര എടുക്കാം. ഇതില് സോസ് ഇല്ല, ഒന്നും പറയാനില്ലല്ലേ. ആ അങ്ങനെ അത് നമ്മളിവിടെ വെള്ളം തിളപ്പിച്ചാ വെച്ചിരുന്നു. ആ വെള്ളം വേണ്ടി വരും. ഫ്ലാസ്കിലില്ലേ? ആ അത് വരാം. അപ്പൊ നമുക്ക് വെള്ളം തിളക്കോളം നമുക്കൊന്ന് വെയിറ്റ് ആക്കാം. ആരോ മുളക് പൊടി ഇടാ. കുരുമുളക് പൊടിയാ വേണ്ടീനി. പക്ഷെ കുരുമുളക് പൊടി കഴിഞ്ഞു. പെരിയിലുണ്ടേനി. ഇല്ല മുളക് പൊടി ഉണ്ടേ. അല്ല ഇതെങ്ങനെ ഉണ്ടോക്കെ ചെറിയപ്പോ
കൊറിയനാണ് കിംചി, കൊറിയൻ കിംചി. ഷോർട്ട് ആൻഡ് സ്പൈസി ആണ്. ഇത് എങ്ങനെയുണ്ട്? ഇതെന്നെ തിന്നാളൊരു ടേസ്റ്റ് ചെയ്ത് അതിന്റെ കുപ്പി സാധനമായിട്ടുണ്ട്, സത്യത്തിലുണ്ട്. ഒന്ന് കൊറേ തിന്നുമ്പോ എരിവേടി. ചൂടും അല്ലേ, നല്ല ചൂടാണ് കേട്ടോ ചെറിയ. അപ്പൊ തിന്നുമ്പോ ഞാൻ ഊതി ഊതി തിന്നണം. ഇത് എടുക്കുക, കൊണ്ടുപോയി അപ്പൊ ടേബിളും കാര്യമൊക്കെ സെറ്റ് ആക്കണം. 2 മിനിറ്റ് മതിയെ കഴിച്ചാന്. വീഡിയോ ഒക്കെ കുറച്ചുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വെള്ളം ചൂടായിട്ട് നൂഡിൽസ് ഇടുമ്പോ കാണാം. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് നമ്മള് പാത്രം, ഇവിടുത്തെ വിരി നനച്ചുള്ളി പണിക്ക് കൊണ്ടുപോയതാണ്. പാത്രം കാര്യമൊക്കെ എടുത്ത് വെച്ചേക്കണേ. ഇതാണ് സാധനം. അങ്ങനെ നമ്മള് ഓരോന്ന് ടൈം നമുക്ക് വളരെ കുറവാണ്. പോയിട്ട് കൊറേ പരിപാടി എന്താണ് അവ കടന്നുറങ്ങിക്കാറ്? വൈകുന്നേരം കളിച്ചണം. പാവാണ്. ബൂട്ടൊക്കെ വാങ്ങിക്കണം. തടി കൂടിയിട്ട് ഒന്നിനും പറ്റില്ല. തീറ്റ കുറച്ചാ മതി. തീറ്റ കുറക്കണെങ്കിൽ പരിചയില്ല. ഇപ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ. അത് ശരി കേട്ടോ. നാളെ എന്തായാലും അസുഖം വന്നാ പിന്നെ ഒക്കെ ഡയറ്റിലേക്ക്. ഷുഗർ പ്രഷർ ഒന്നും വരാൻ പണിയില്ല. ഇപ്പൊ എല്ലാവർക്കും ഇല്ലേ. അതാ കഴിഞ്ഞോ? ഉണ്ടാവോ? ഉണ്ടാവൂലേ? ഇതിൽ ഇത്ര കാണാണ്ട്. അപ്പൊ അതൊക്കെ പെരുകി വരുമ്പോ എത്ര ഉണ്ടാവൂലേ? ഉണ്ടാവും. നമുക്ക് കേറി തിന്നാം. ഇതെന്താ സാധനം നോക്കട്ടോ. ഇത് വരുന്നത് ഒന്നില് ഓയിലും ഒന്നില് അതിന്റെ മസാലപ്പൊടിയാണ്. മസാലപ്പൊടി നല്ല കട്ടിണ്ടടി. കഴിച്ചാൻ പറ്റണൊക്കെ ഉണ്ടോ? മസാലയാണ്. നോക്കിയതാ ചെറിയ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഞാൻ ഇന്നലെ പോയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം പോയാണ് വെള്ളം തിളപ്പിച്ചാണ്. എന്നിട്ടോ ചെക്കന്മാര് കളി. ഇന്നലെ എന്തൊക്കെ ഉണ്ടാക്കിനെ? നെയ്ച്ചോറും കോഴിയോ? കോഴി പിന്നെ ഇവിടെ ചുട്ടവും അപ്പുറത്ത് രസേ. ആ ചെപ്പിക്കട്ടെ. ചൂടാനുള്ള സാധനമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് പോയി ചൂടാ. പോയി ചൂടാ. അങ്ങനെ ഞാൻ വെള്ളം തിളക്കട്ടെ. വെള്ളം തിളക്കട്ടെ. അങ്ങനെ അങ്ങനെ നമ്മള് മേഗി വെള്ളം തളിച്ച് ഓരോന്ന് വെള്ളം കൂടുതലിട്ടാ പിടിപിടിയാവുന്നല്ലേ? അങ്ങനെയാണ് നമ്മള്. ഒന്നുമില്ല, ഒക്കെ അതേമാതിരി. ചെറു നിലം തട്ടണില്ല. അവിടെ പൊടിച്ചോണ്ടി വരില്ല. പാത്രം പോരെ സമന. എങ്ങനെ ഞാൻ തിന്നൂല കേട്ടോ. അതാണ് പൊടിച്ചാ മതി എന്റെ അഭിപ്രായത്തില്. അങ്ങനെയല്ല, ഇങ്ങനെ പൊടിച്ചു. ഇങ്ങനെ പൊട്ടി മറ്റേ ചക്കരി. പക്ഷെ നീളം കിട്ടൂല കേട്ടോ പൊട്ടിച്ചാല്. അത് അലിയടി. ഇപ്പൊ അലിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ അലോട്ട് വെക്കാം. കഴിഞ്ഞ പ്രാവശ്യം കാട്ടിയത് കാട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം അട ഉണ്ടാക്കിയ ചാതി. ഇങ്ങനത്തെ അടിയാണോ പൂവടിയാണോ നമുക്ക് ചെമ്പട്ടിയിൽ ഉണ്ടാക്കിയാൽ ചെമ്പടി ചെറുതില്ല. അല്ല വലുതാക്കണതിലുണ്ടാക്കിയാലോ? വലുതല്ലേ? അലാക്കിന്റെ വലിപ്പാണത്. വലിപ്പമാവും. കഴിഞ്ഞ പ്രാവശ്യം 50 കോളായില്ലേ? എന്താ പടക്കം തന്നെ ആകെ കൊളയിക്കണ്. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. പക്ഷെ ഞങ്ങളുടെ എന്തായിട്ടാലും ശരിയാവില്ല. അതാണ് നമ്മളെ ഈ കയ്യിലെടുത്താ നമ്മള് ഇതിനാണെങ്കിലും തീരെ കത്തണ കുറവാണ്. ഗ്യാസ് ഫുള്ളാണ്. അതിനെ മറ്റീന സ്പീഡ് കൂടുതല്. മറ്റീനല്ലേ കൊറേ വെള്ളം പറഞ്ഞിട്ട് മേഗി ഉണ്ടാക്കാൻ അറിയില്ല. ചിസ്റ്റല്ല സിഫിനൊക്കെ പറഞ്ഞത് അതിന് നോക്ക് ചുമര് ഇവിടെ വരെയുള്ളേ. ഇങ്ങനെ ഉണ്ടാല് പിന്നെ മറ്റേ മേലക്കാക്കണം. അപ്പൊ നമ്മളത് ഇങ്ങനെ അലിഞ്ഞോണ്ട് ഉണ്ടാലിയേട്ട അങ്ങോട്ട് ഇത് ഇതിക്ക് വെച്ചോക്ക്. മറ്റേ നമ്മള് അല്ല ഇവിടെ മീൻ നന്നാക്കലില്ല. അല്ല കത്രകയാണ് നന്നാക്കല്ല. നമ്മളെപ്പോന്നല്ലടി. അങ്ങനെ ഇത് ഏകദേശം വേഗല് തുടങ്ങി. അപ്പൊ നമ്മള് മസാലയും കാര്യൊക്കെ ഇതിലാണടി എരിവ്. നമ്മള് പാരയാണ് കേട്ടോ. എന്താളുണ്ടോ ഒഴിച്ചോളി. പ്ലാസ്റ്റിക് കഴിക്കാവണ്ടേ? നല്ല മൂർച്ച, അതുകൊണ്ട് പെട്ടെന്ന് പോരും. അങ്ങനെ നമ്മൾ ഒന്നിട്ടു. ദാരിദ്ര്യം കുറിച്ച കത്തരിയാണ്. അച്ചാറടി അല്ലേ? വെളുത്തുള്ളി അച്ചാറിന്റെ ചോയ. വെറുതെ ചൈനക്കാരൊക്കെ തിന്നിട്ടാണ് ആ ചൊറുക്കി ആണ്.
എന്താ ബുക്കാത്ത വലിയ ഓട്ടാക്കി അതിലെന്തൊക്കെ ഉണ്ട്. പൊട്ടിച്ചുന്ന ആൾക്കാർ ശരിയല്ല. ഓലെ കാട്ടണത് ഇതൊക്കെയാണ്. കത്രിക ഉണ്ടായിട്ടാണ്. ആ സോസ് മിസ്സാക്കല്ലോ കേട്ടോ. വെള്ളം കെട്ടിയാണ് വേണ്ടേ? പാര ചൂടുവെള്ളം ഉണ്ട്. നല്ല ചൂടോട് കൂടി നല്ല എരിവോട് കൂടി ദിലീപ് പറഞ്ഞാൽ അതിനെ ഉള്ളിൽ കൂടെ കണക്ഷൻ പോകുന്നുണ്ട് അറിയണം. മേതെന്താ അതൊക്കെ ഇട്ടൂടെ? ഹലുവാകണ്ടല്ല കറുത്തത് കട്ടായതാണാവോ? കട്ടായതാണ് ഇട്ടപ്പോ. ഇത് വീഡിയോ കുറച്ച് ഇടം തരും. ആയിക്കോട്ടെ കാണില്ലേ? അങ്ങനത്തെ ലാസ്റ്റത്തെ അല്ലേ കഴിഞ്ഞു. അല്ല ഈ മസാലയിട്ട് 2 ബിരിയാണി ഉണ്ടാക്കട്ടോ. ഏതാ നമ്മളെ കയ്യില്? 2 കയ്യിലുണ്ട്. ആ അതിനെടുത്തോ. അല്ലേ ഇല്ല അത് പോരൊന്നുമില്ല. ചെറിയ ഇത് വെല്ല തൊട്ട് ആക്കി വെച്ചിട്ടല്ലേ. അവിടെ ഈ നില ഒച്ചയൊക്കെണ്ട്. കുട്ടിക്ക് സൂചി അടിച്ചോണ്ട് യോ മുളകും വെള്ളം. ഓയ് പോയിക്കോ. അങ്ങനെ അത് പക്ഷെ നമുക്ക് നല്ല നീളത്തിൽ കിട്ടിയേക്കണേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല വേഗാന് വെള്ളം വേണ്ടത്. അപ്പൊ വെന്തോട്ടല്ലേ കറന്ന്? കമ്മിയാണ് അല്ലേ? ഇല്ല കൊഴപ്പല്ല. 3 പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും. മനുഷ്യന്മാരുടെ കാര്യം വന്നത് കറക്റ്റാണ്. നിങ്ങളെ കാര്യം അറിയില്ല. അപ്പൊ ഇഞ്ഞത് ഇത് വെന്ത് തീ കൊടുത്തതാ മസാല അടി പിടിച്ചിട്ട്. അപ്പൊ നമുക്കിത് വെന്ത് റെഡി ആയിട്ട് കാണാം അല്ലേ? അങ്ങനെ നമ്മള് മേഗിയും കാര്യൊക്കെ ഇതാക്കി സെറ്റാക്കി. ഭയങ്കര ചൂടും ഉണ്ട്, ഭയങ്കര സ്പൈസി ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ലെവൽക്കാണ്. 2:51 3 മണിക്ക് ആദൂന്റെ നഴ്സറി വിടും. സാധാരണക്കാരുടെ തീറ്റ മത്സരമാണ്. നിലത്ത് ഇമ്മറപ്പൊടിയൊക്കെ അത് 1.5 ചെറിയ പൈന കഴിച്ചിറക്കാളൊക്കെ ചൂടാറുട്ടോ. അളക്കിയ സുഖല്ല. അപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി നിൽക്കണ റെഡിയല്ലേ? അറിയിച്ച ചെറിയ പാളക്കാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ വെച്ചൂടെ? അന്നത് കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളിപ്പോ ആര് ജയിക്കും ആരാടോ ഫസ്റ്റ് തിന്നത് ഓൾക്ക് നമ്മൾ 5 മിനിറ്റ് ടൈമർ വെക്കും. വെള്ളവും കാര്യമൊന്നും ഇല്ലാതെ ഇവിടെ കുത്തിരുന്നിട്ട് ആ 5 മിനിറ്റ് കംപ്ലീറ്റ് ആക്കണം. ടൈമർ ഇതിൽ എടുത്ത് വെക്ക്. കൈനോല് ഫസ്റ്റ് എളുപ്പം കുത്താൻ. ആ ടൈമർ ചാക്കാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയോ? സ്റ്റോപ്പ് വാച്ച് എടുത്താൽ മതി. അറിയില്ല. ഒന്നും അറിയില്ല. തൊള്ള കണ്ട മറ്റേ മല വരെ മറിച്ചിരുന്ന ആളാ ഇതാക്കണ വാച്ച്. എവിടെ ഈ ക്ലോക്കിലല്ലേ ഇതാക്കണ? അതിലല്ല. അതിലുണ്ട് ടൈമർ. ചൂടാറാല്ലേ പരിപാടി ആട്ടോൾക്ക്. 5 മിനിറ്റ് സെറ്റ് ആക്കണം. 5 മിനിറ്റ് ഒക്കെ വേണം. 5 മിനിറ്റ് ഒരു കുൽക്കൊല്ല കുത്തിരിക്കണം മോനെ. സാധനം നല്ല അതറിയില്ല. സ്റ്റാർട്ടൊക്കെയാണ് ആയാലാണ്. അല്ല ഒന്നും ആക്കാനൊന്നുമില്ല. സ്റ്റാർട്ട് നിൽക്കി 5 മിനിറ്റ് അതിൽ കാണും. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ആകുമ്പോ നിർത്തിയാ പോരെ. അപ്പം റെഡി 1 2 3 തുടങ്ങിയോ? ഏതാ എങ്ങനെ തുടങ്ങിച്ച് മനസ്സിലായില്ല. റെഡി എപ്പോഴാ തിന്നണ്ട് തുടങ്ങണ്ട്? 1 2 3 അങ്ങനെ പോകണ്ട. 1 2 3 സ്റ്റാർട്ട്. ഞാൻ ടൈമറൊക്കെ നക്കിട്ടാന്ന്. ടൈമർ ആക്കിയിട്ട് കാര്യം തിന്ന് കഴിഞ്ഞിട്ട് കൈകൊണ്ട് തിന്നാൻ പറ്റുമോ? ആ കൈകൊണ്ട് വേറൊരു പ്രത്യേക വരൂലേ കാന്താരിന്റെ ഒരു ഉമ്മ കൊതി ഇറക്കണല്ലോ. പിന്നെ അമ്മ ഇതിപ്പോ ചൂടാറ്റേണ്ടി വരുമോ? ഇത് പ്ലേറ്റും ചൂടാണേ. ഐഡിയ ഉണ്ട്. ഇപ്പൊ ശരിയായി തരാം.
ഇപ്പഴാണ് ആ ലെവൽ കിട്ടി. കണ്ണാക്കുള്ള ബ്രെഡ് കൂട്ടി കുറിച്ചമായി തിന്നാൻ വെക്കില്ലറിയപ്പോ എന്തേത് കുറച്ച് കാന്താരിന്റെ കുറവുണ്ടല്ലേ ഇതെന്താണ് കുറച്ച് മുളക് പൊടി അപ്പൊ ചെറിയ അതെ തന്നെ ചെയ്യാം. എന്റെ പൊന്നെ വെല്ല തിന്നാ മതി ചൂടൊക്കെ അറിയിച്ച്. ചൂടൊക്കെ അറിയിട്ട് വൈകുന്നേരം വന്നത് ഇപ്പൊ അവിടെ ചൂടാട്ടെ മക്കളെ. കണ്ണൊക്കെ എല്ലാരും അല്ല കണ്ണൊന്നും കുഴപ്പമില്ല. എന്താ കജ്ജ് പിടിച്ച് തിന്നാൻ പറ്റൂലേ? എങ്ങനെ തിന്നാം. നൂഡിൽസ് തൊടാത്ത ഇഷ്ടല്ല രസല്ല കറിയാപ്പൂന്റെ ആരെങ്ങളില്ല എന്താ പോയി തൊള്ള പൊള്ളിട്ട് ബാബുസ്വാമി സാധന രസമല്ല തിന്നണ്ട ഔട്ടായി പോയി. അത് ഞങ്ങക്ക് ഉണ്ടാക്കാൻ അറിയിട്ടാണത്. ഉള്ള വെള്ളം മൊത്തം പാർന്നിട്ടേ തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ടാക്കണ്ടേ. കഞ്ഞി ഉണ്ടാക്കണം അതിന് നൂഡിൽസ് ഉണ്ടാക്കി നൂഡിൽസ് ഇഷ്ടല്ലേ ഇവിടെ തിന്നുണ്ടല്ലേ ഇത്. ഞങ്ങൾ ഈ കുറച്ചുള്ളൂ കേട്ടോ. എൻ്റെ അമ്മേ. കുറച്ച് നാളെ അച്ചാർ എടുക്കട്ടെ. കാന്താരി ഉണ്ടോ ചേർന്നീനി കുരുളവ് ഇല്ലാത്തോണ്ടാട്ടോ ഡൈനി അമ്മേ എന്നാ പിന്നെ തിന്നാൻ വെക്കൂല. ചെറിയ പോലെ കഴിഞ്ഞടി ഞാൻ തീറ്റ മത്സരത്തിന് വിളിച്ചു കേട്ടോ. വേറെ എന്തെങ്കിലും ഇറങ്ങിയാ തന്നീനെ ഇപ്പൊ ഇത് ചൂടോണ്ടാണ് അല്ലേ പോയി. 4 മിനിറ്റ് ആയിട്ടോ അല്ല പറയാ തിന്ന് കഴിഞ്ഞിട്ട് വായല്ലേ പോട്ടെ അങ്ങോട്ട് അങ്ങനെ തിന്നട്ടെ. സാധനം ഈ മേഗി രസം ഇത് മാഗിന്റെ പരസ്യം അത് വേറെ തിന്നോളെ. വെജ് എന്താണ് വെച്ചെന്ന് കണ്ണ കഴിഞ്ഞിട്ട് തരാട്ടോ. എന്താ വലിച്ചിട്ട് മേപ്പെട്ട് പോണില്ലല്ലോ. എന്റെ പോണ്ടോ നമുക്ക് ഇങ്ങനെ വലിച്ചു തിന്നു. അഞ്ച് മിനിറ്റ് 200 തന്നെ ഇരിക്കണം. ഇതാദ്യം ഓഫാക്കേ. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. സംഭവം ചെറിയപ്പനും നല്ല പറ്റി. ഹായ് ഫാസൽ ഫാമിലി. അനു സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച് മറ്റേ എടുക്കട്ടോ. ഏത് ജാതുന്റെ നഴ്സറി തൊട്ടൊന്ന് വരുവോ? നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച് ആണ്. ഇങ്ങനെയും ഒരു ചലഞ്ചോ? അനുവിന്റെ കൊച്ചു എക്സ്റ്റെൻഡ് ഇടാ. ഞാൻ മോണ്ടന്റെ കളത്ത് കറക്കും. എന്റെ വക അനു
ആറ് വകയില്ല. സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച്. ആയ് ഞാൻ നാടകം ഇറക്കാൻ എന്തിനാ വന്നതെന്ന് പറയാം. അങ്ങനെ ഞാൻ തേപ്പെടുത്തി. ഹായ് സൂപ്പർ നോക്കടാ എന്താ ടേസ്റ്റ്. അങ്ങനറിയില്ല ചെറിയ കൊറിയൻ സ്പൈസി നൂഡിൽസ്. നീ പെരയിൽ പോവാ. ഞാൻ 5 മിനിറ്റ് കുത്തിരിക്കണം. ഇനി എന്നെ തീറ്റ മതത്തിന് വിളിച്ചത് കേട്ടോ. നിങ്ങളെ കൊണ്ട് കഞ്ചൂല. ഇഷ്ടല്ല ഇത് ഒരു മനുഷ്യ തൊള്ളിക്കൂല. നീച്ചാ പറ്റൂല ചെറിയപ്പോ ഞാൻ 5 മിനിറ്റ് നോ സ്പെഷ്യൽ കുത്തിരിക്കണം. എത്രയും കുത്തിരിക്കും നാളെ വരെ കുത്തിരിക്കും. അതിനകത്ത് സ്പൈസി ഞാൻ നല്ല നോക്കിയിരിക്കണം. മോഡലുണ്ടോ? ഏറ്റവും ചാലഞ്ച് പോയിട്ട് ഇപ്പൊ സംഭാവന ചാലഞ്ചായി. പോയി കൊണ്ടുപോവാ. അങ്ങനെ ചെറിയാപ്പൂ ജയിച്ചിരിക്കുന്നു. ഇത് പോയ ഇന്നെ ചലഞ്ച് പറഞ്ഞ വിളിച്ചാൽ മണ്ടക്ക് രണ്ടു കേട്ടോ. ഇഷ്ടല്ല ഇനി മോട്ട വെച്ചോ. ഞങ്ങളങ്ങനെ ചൂടാക്കി കൊണ്ട് ഒന്നുകൂടി ചൂടാക്കി പാകൾക്ക് ഇത് തിന്നാൻ ക്രിപ്റ്റോ. അങ്ങനെ ചാലഞ്ച് ഇവിടെ രണ്ടാൾ ചൂടില്ല വരില്ല. തുടങ്ങിയോ? ആ ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇതൊരു രസല്ല അതാണ്. അതാണ് ഇത് ഉണ്ടാക്കിന് മുന്നേ കറക്റ്റ് അറിയാം. അറിയില്ല ഉണ്ടാക്കണ്ടേ. എന്താ സ്ലോ ആയി തിന്നണേ. നല്ല എന്ത് എഴുതുണ്ട്. ഇതിലാതെ എഴുതണം മറ്റേ ഇതിന്റെ ഇപ്പൊ തിന്ന മീന് അത് വാങ്ങിയതാ. അതിണ്ടല്ലോ പിന്നെന്താണ് ഇഞ്ചി ഐറ്റങ്ങൾ ഒരു കൂസല് ഡയറി മിൽക്ക് കൊടുത്തായി തിന്നണേ. ഞാൻ ഇപ്പൊ ചൂടായി കൊടുത്തത് അനിതെങ്ങനെ തിന്നേ? ഓ ചുണ്ടുമ്പോ തട്ടിച്ചില്ല വെറുതെ അല്ല. ആദ്യം പറഞ്ഞു മോണ്ടന്റെ ചൂട് കഴിക്കണം. അതുകൊണ്ട് ഈ ആദ്യം പോകിയ ഒന്നിട്ടാണ് അല്ല അതിന്റെ ഒക്കെ മാറി അവൻ അതിന്റെ ആ പാട്ട് ഇറക്കിയില്ലേ അവന്റെ ഒരു പാട്ട് ഹിറ്റായില്ലേ അതൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. പാട്ടിലൂടെയാണ് ആൾക്കാർ അറിയിച്ചത്. ചാലഞ്ചാണ് പിന്നെ വർത്താനം പറയാ. മോട്ട കഴിച്ചു. ഇതപ്പോ കഴിക്കില്ലല്ലോ. ഞാൻ ചോറിന്നിട്ട് തിന്നാൻ വെക്കില്ല. ചോറിന്നിട്ടെന്നത് കൊണ്ടുപോവാ. ഇനി മതി ഇനി മതി. ഇഞ്ഞെന്തിനാ ഇതന്നെ ഞാൻ മുങ്ങി കൊടുക്കാണ്. എന്റെ പള്ള അറിഞ്ഞാ ടേസ്റ്റ് നോക്കാൻ കൊടുക്കുക. എന്നാ ഒന്ന് ടേസ്റ്റ് ബാ സംഭടി